രണ്ട് തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഇപ്പോൾ ആക്ഷൻ കൗൺസിൽ നേരിടുന്നത്. അതിനകത്ത് ഒന്ന് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നല്ല രീതിയിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോവുകയായിരുന്നു. ആ കുടുംബത്തെ നമുക്ക് നെഗോസിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അതിനുശേഷം അവരുമായുള്ള ഒരു പ്രാഥമിക ചർച്ചകൾ ആരംഭിക്കാൻ വേണ്ടി സാധിച്ചു. പക്ഷേ ഈ ചർച്ചകളെല്ലാം നടക്കുന്നത് ശ്രീ AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള മർക്കസിന്റെ നേതൃത്വത്തിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. പക്ഷെ അദ്ദേഹത്തെ ഈ ചർച്ചകൾ നടത്തുന്ന സൂഫി പണ്ഡിതരെ എല്ലാം അപമാനിക്കുന്ന തരത്തിലേക്ക് വലിയ രീതിയിലുള്ള ചർച്ചകൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി, ഇന്നലെ ഈ ഉത്തരവ് വന്നത് മുതൽ നിമിഷപ്രിയെ താൽക്കാലികമായി ഒരു ആശ്വാസമായി വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ നീട്ടിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നത് മുതൽ ചില വ്യക്തികൾ ചാനലുകൾക്കകത്ത് ചെന്നിരുന്ന് ഈ നെഗോസിയേഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ നടത്തുകയാണ്. ഈ പ്രസ്താവനകൾ സ്വാഭാവികമായും അവിടെയുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ നെഗോസിയേഷൻ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നത് യമനിലെ പ്രമുഖരായ സുന്നി പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അവരുടെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. സ്വാഭാവികമായും ഈ ഉസ്താദിനെ പോലെയുള്ള ആളുകളെ അപമാനിക്കുന്നവരെ അല്ലെങ്കിൽ അവിടെ ചർച്ച നടത്തുന്നവരെ അപമാനിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഈ ചർച്ചകൾ നടത്തുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം അവരുടെ അനുയായികൾ ഉയർത്തുന്ന സാഹചര്യമുണ്ട്. നമ്മളെ സഹായിക്കാൻ വേണ്ടി, ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടി, നിമിഷയെ സഹായിക്കാൻ വേണ്ടി സ്വയം സന്നദ്ധരായി അവരുടെ രാജ്യത്തുള്ള ആളുകൾ വരുമ്പോൾ അവരെ അപമാനിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ചില സുഹൃത്തുക്കൾ മാധ്യമങ്ങളിലൂടെ ശ്രമിക്കുന്നത്. ഇത് വളരെ ഗൌരവപൂർണമായിട്ടുള്ള കാര്യമാണ്.